ദൈവത്തിന് സ്തോത്രം. ദൈവപ്പെടുമ്പോൾ ദൈവവചനവുമായി നിൽപ്പാൻ കർത്താവ് നൽകിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. സെറിന് എഴുന്നേറ്റപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ആഴ്ച ഞാൻ പറയേണ്ടി വരത്തില്ലെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എനിക്ക് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കാരാഗ്രഹം എന്ന ഒരു സബ്ജക്റ്റാണ്. കാരാഗ്രഹം എന്ന് പറയുമ്പം നമുക്ക് ജയിൽ എന്നൊക്കെ പറയാതെ നമ്മൾ തെറ്റ് ചെയ്തിട്ടും ചെയ്യാതെയും പോയി കിടക്കുന്നവരുണ്ട് ജയിലിലല്ലേ. നമ്മൾ ബൈബിളിൽ പഠിക്കുമ്പോൾ കാരാഗ്രഹത്തിൽ കിടന്ന അനേക ദൈവഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ യോസഫ്, ശിംശോൻ, പത്രോസ്, പൗലോസ്, ശീലാസ്, ഇങ്ങനെ കുറച്ച് പേര് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. ഇവിടെ 1 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പോത്തിഫറിന്റെ വീട്ടിലെ അകമ്പടി നായകനായ പോത്തിഫർ എന്ന ഒരു മിസ്രൈമ്യൻ ഉണ്ടായിരുന്നു. ആ മിസ്രൈമിന്റെ ഗൃഹവിചാരകനാക്കി ഇരുന്ന യോസഫിനെ ഗൃഹവിചാരകനാക്കിയിരുന്നു. അതിനുശേഷം യോസഫ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് യോസഫിനോട് ഒരാഗ്രഹം തോന്നുകയും അവൾ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അങ്ങോട്ട് കയറി പീഡിപ്പിക്കാൻ ചെന്നു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ പീഡിപ്പിക്കാൻ ചെന്ന സമയത്തും യോസഫ് ആ അവസ്ഥയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതായും പിന്നീട് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണാം. അവൾ ചെയ്ത കുറ്റം മുഴുവൻ യോസഫിന്റെ തലയിലാക്കുകയും പിന്നീട് അതിൻ്റെ പേരിൽ അവൻ കുറ്റം ചെയ്യാതെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെ ഈ കാരാഗ്രഹത്തിൽ ജോസഫ് കിടക്കുകയും ആ കാരാഗ്രഹത്തിൽ പോയ ശേഷം അവിടെ നടക്കുന്ന ചില ദൈവിക പ്രവൃത്തികൾ നമുക്ക് ബൈബിളിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതുപോലെ കാരാഗ്രഹം എന്ന് പറയുമ്പം ഇതിപ്പം ജോസഫ് ഒരു കാരാഗ്രഹത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെതായ കാരാഗ്രഹങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ തടവറയിലാക്കപ്പെടുന്ന അവസ്ഥ, അത് രോഗങ്ങളാവാം, മറ്റു പല കാര്യങ്ങളിൽ കൂടെ നമ്മൾ തടവറയിലാക്കപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടേക്കാം. എന്നാൽ ആ അവസ്ഥകൾ നമ്മൾ ദൈവത്തിൻ്റെ ഒരു പൈതലായിരിക്കുമ്പോൾ ആ അവസ്ഥകളിൽ കൂടി കടത്തപ്പെടുന്നത് അത് ദൈവ നിശ്ചയമാവുന്നു. അത് ദൈവത്തിൻ്റെ അവിടെ ഒരു പ്രവൃത്തി വെളിപ്പെടേണ്ടതിനാവുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മുന്നോട്ട് നമ്മൾ വായിക്കുമ്പം ഉൽപ്പത്തി പുസ്തകം ഈ 39-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ യോസഫിന്റെ ഓരോ അനുഭവങ്ങൾ, ആ പോത്തിഫറിന്റെ വീട്ടിൽ നടന്നതായ കാര്യങ്ങളും, പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ 20-ാം വാക്യം വായിക്കാമോ? അത് അവിടെ രാജാവിന്റെ ബെത്തന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കിയതായിട്ടും നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞ് 40-ാം അധ്യായം 5 മുതൽ 22 വരെയുള്ള വാക്യം വായിക്കണേ. പാനപാത്രവാഹകനും അപ്പക്കാരനും ഇങ്ങനെ കാരാഗ്രഹത്തിൽ ബദ്ധനായിരുന്ന രണ്ടുപേരും ഒരു രാത്രിയിൽ തന്നെ വെവ്വേറെ അർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു. മതിയെ ഇവിടെ നമ്മൾ കാണുന്നു. അവിടെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടതായിട്ട് കാണുന്നു. പിന്നെ നമ്മൾ ചുരുക്കി ഞാൻ പറയുകയാണെങ്കിൽ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും ആ സ്വപ്നത്തിന്റെ അർത്ഥം യോസഫ് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ അതിനുശേഷം അതിൽ ഒരാൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരണപ്പെടുന്നതായിട്ടും പിന്നെ ഒരാൾ രക്ഷപ്പെടുന്നതായിട്ടും കാണുന്നു. എന്നാൽ ഈ രക്ഷപ്പെടുന്ന ആൾ ഈ തന്നെ യോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തതൊക്കെ മറന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഫറവോൻ ഒരു സ്വപ്നം കാണുകയും സ്വപ്നം കണ്ടിട്ട് അതിൻ്റെ അർത്ഥം ഈ യോസഫ് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ മറന്നുപോയ അന്നത്തെ ആ പാനപാത്ര വാഹകനായിരുന്ന അദ്ദേഹം ഇങ്ങനെ ഒരാൾ നമ്മുടെ കാരാഗ്രഹത്തിൽ ഉണ്ടെന്ന് ഓർമ്മപ്പെടുകയും അദ്ദേഹം ഇത്രയും നാൾ യോസഫിനെ ഓർക്കാതിരുന്നതായിട്ട് തൻ്റെ കുറ്റമായിട്ട് അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇവിടെ ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഫറവോനോട് ഈ പാനപാത്രവാഹകൻ പറയുന്നു ഇങ്ങനെ ആൾ ഉണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഫറവോൻ ആളിനെ വിളിച്ചു വരുത്തുകയും ഫറവോൻ ഒരു സ്വപ്നം കണ്ടതിൻ്റെ എന്താന്നുള്ളത് അർത്ഥം ജോസഫ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ സന്ദർഭം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോ കാരാഗ്രഹത്തിൽ കടന്നപ്പോഴും ദൈവത്തിന്റെ വാക്തത്വമുള്ള ഒരുവൻ അത് കാരാഗ്രഹത്തിൽ ആര് കൊണ്ടിട്ടാലും എവിടെ കൊണ്ടിട്ടാലും ഏത് തടവറയിലായിരുന്നാലും
ദൈവം നിവർത്തിക്കാനുള്ളത് നിവർത്തിച്ചിരിക്കും. അത് നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 41:9 വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോൾ പാനപാത്രന്മാരുടെ പ്രമാണി ഫറവോനോട് പറഞ്ഞത്, ഇന്ന് ഞാൻ എന്റെ കുറ്റം ഓർക്കുന്നു. അത് അവിടെ ഈ പാനപാത്രന്മാരുടെ പ്രമാണി കുറ്റം ഓർത്ത് ആ ഒരു സന്ദർഭമാണ്. പിന്നീട് അത് കഴിഞ്ഞ് 42 ലാസ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും, യഹോവ ഇവനോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്നതായിട്ട് ഈ ഓരോരുത്തർക്കും ഓരോരുത്തരും മനസ്സിലാക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. യഹോവ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വാഗ്ദത്തമുള്ളവൻ എവിടെ ചെന്നാലും ദൈവം അവനോട് കൂടെ ഇരിക്കുകയും താൻ ചെയ്യുന്ന കാര്യങ്ങൾ സഫലമാക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏത് തടവറയിലും, ഇപ്പോൾ രോഗത്തിലായാലും ഏത് ബന്ധനത്തിലായാലും എവിടെയായിരുന്നാലും വാഗ്ദത്തമുള്ളവനോടുകൂടെ ദൈവം കൂടെ ഇരുന്ന് അവൻ്റെ കാര്യങ്ങൾ സഫലമാക്കുവാൻ ഇടയാകും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാം. അവൻ കടന്നു പോകയിൽ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി തുറക്കത്തക്കവണ്ണം ആ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതെ, ഇവിടെ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കാണുന്നു. ജോസഫ് ആണെങ്കിൽ, ജോസഫിന്റെ കാര്യം പറയുന്നെങ്കിൽ അവനോട് കൂടെ ദൈവം ഇരുന്നു. എന്നാൽ ഇവിടെ ഈ അധ്യായത്തിൽ കാണുന്നത് പിറവിയിലെ കുരുടനായിരുന്നു അവൻ. എന്നിട്ട് മറ്റുള്ളവരോട് യാചിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അവിടെ യേശു വന്ന് അവനെ കണ്ടെത്തി അവന് സൗഖ്യം കൊടുക്കുന്നതായിട്ടും അവന്റെ അന്ധത നീങ്ങുന്നതായിട്ടും കാണുന്നു. നമ്മൾ പിറവിയിലെ നമ്മൾക്ക് ചില തടവറകളിലായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും നമ്മളെ വിടുവിക്കാൻ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ പാപങ്ങൾക്കും നമ്മുടെ ശാപങ്ങൾക്കും നമ്മുടെ രോഗങ്ങൾക്കുമായി കാൽവറി യാഗമായി ഇന്നും നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏത് അവസ്ഥയിലായാലും, തടവറയിലായാലും ഏത് അവസ്ഥയിലായാലും നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവുണ്ട്. ഇരുളിന് വെളിച്ചത്തിന് മുമ്പിൽ നിൽപ്പാൻ കഴിയില്ല. നമ്മുടെ ദൈവം ലോകത്തിന്റെ വെളിച്ചമാവുന്നു. ആ വെളിച്ചത്തിന് മുമ്പിൽ ഇരുളിന് ഒരിക്കലും നിൽപ്പാൻ കഴിയുകയില്ല. ഏത് തടവറയിലായാലും അവിടെ നിന്ന് ദൈവത്തിന്റെ നാമം ഉയർത്തി ദൈവം നമ്മെ ദൈവത്തിന്റെ നാമമഹത്വത്തിനായി നമ്മളെ ഉപയോഗിക്കുവാൻ ഇടയാകും. ഈ വചനങ്ങൾ ദൈവം നമ്മെ സഹായിക്കട്ടെ.